ഒരുപാട് പേരുടെ ജീവനെടുത്തൊരു ബീച്ച് നമുക്ക് കണ്ടാലോ. നല്ലൊരു വെയിലൊക്കെ. ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? കൊല്ലത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ്, അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോട്ട്. നിങ്ങൾക്ക് ഇവിടെ റെഡ് ഫ്ലാഗ് കാണാനായിട്ട് പറ്റും. ഈ ഒരു ബൗണ്ടറിക്ക് അപ്പുറം പോയാൽ ഉറപ്പായിട്ടും കടലുണ്ടാവും. അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. കേരളത്തിലെ വൺ ഓഫ് ദി ഡേഞ്ചറസ് ബീച്ചാണ് കൊല്ലം ബീച്ച്. ചുമ്മാ ഇതുവഴി പോയപ്പോൾ എന്നാ പിന്നെ ഒന്ന് വന്നേക്കാന്ന് വിചാരിച്ചു വർഷങ്ങൾക്ക് ശേഷം വന്നാണ്. എപ്പോൾ ഇവിടെ വന്നാലും ഇതുപോലെ തിരകളാണ്. ഈ തിര എന്ന് പറഞ്ഞാൽ ഇത് റോഡിന്റെ ബൗണ്ടറി വരെ അടിച്ച് എൻജോയ് ചെയ്യാനൊക്കെ വന്ന് അങ്ങോട്ട് പോകാനോ കടലിൽ വന്നിട്ട് കടലിലെ വെള്ളത്തിൽ തൊടാനോ ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാല് ഇവിടുത്തെ സേഫ്റ്റി ഗാർഡ്സ് നമ്മളെ സമ്മതിക്കില്ല. ഈ ഒരു നട്ടുച്ച സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ഒരു വട്ടാണ് എനിക്ക്. പക്ഷേ ഈ ടൈമിലൊന്നും കാര്യം കാണാൻ പറ്റില്ല. ബീച്ചുകളിൽ അവരും സൺസെറ്റ് കാണാനല്ലേ വരിക. പക്ഷേ എന്നെ പോലെ കിറുക്കുള്ള ഈ സമയത്തൊക്കെ വരും. ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ ഒന്ന് കയറാന്ന് വിചാരിച്ചതാണ്. ഭയങ്കര ഡേഞ്ചറാണ്. ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുള്ള ഒരു പൊന്നോമന കടൽ ഓഫ് കേരളയാണ് കൊല്ലം ബീച്ചിലെ ഈ ഒരു സ്പോട്ട്. കണ്ടോ, ഇവിടെ തന്നെ നമുക്ക് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട്. ബീച്ചിൽ അപകട സാധ്യത കൂടിയ കാരണം ആ ഭാഗത്തോട്ട് ഇറങ്ങാനോ പ്രത്യേകിച്ച് ലൈഫ് ഗാർഡുകളുടെ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കൂടുതലാണ്. ആ എണ്ണം അവർ എണ്ണപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് പേര് മരിച്ച ഒരു ബീച്ചാണ്. അതാണ് കേരളത്തിൽ വൺ ഓഫ് ദി ഡേഞ്ചറസ് കൊല്ലം ബീച്ച്. ഇതിനപ്പുറം റോഡാണ്, NH ആണ്. ഈ NHന്റെ ഈ ഭാഗം വരെ ഉയരത്തിൽ തിര അടിച്ചു പോകും. നമ്മുടെ ഈ റെഡ് ഫ്ലാഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആരും പോകാറില്ല. ഒരുപാട് പേര് മരണപ്പെട്ട ഒരു ഡേഞ്ചറസ് ബീച്ചാണ് കൊല്ലം ബീച്ച്. 148 നിലവിലുള്ള മരണനിരക്ക് കേട്ടോ. ഇനി ഇവിടെ എങ്ങനെ ഡേഞ്ചറസ് ആയി ഈ ബീച്ച് എന്നുള്ളതല്ലേ. ഒരു സൈഡിൽ നിന്ന് നല്ല ഹൈറ്റിലുള്ള തിരയും ഒരു സൈഡിൽ നിന്ന് ഹൈറ്റ് കുറഞ്ഞ തിരയും. മാത്രമല്ല ഈ മണലിൻ്റെ ആഴത്തട്ടിലേക്ക് പോയാൽ പാറക്കെട്ടുകൾ, അതുപോലെ തന്നെ ഈ ഹൈറ്റ് കുറഞ്ഞു കൂടി ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് ആളെ കറക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ തിരമാലകൾക്കുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. കുറച്ചൊക്കെ സൂയിസൈഡ് കേസുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ബീച്ച് കാണുന്നൊന്ന് കണ്ടു.